എന്താണ് ആക്ച്വലി ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റാണ്. നമ്മളുടെ SWOT അനാലിസിസ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നമ്മുടെ ത്രെറ്റ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാലോ ഓരോ വ്യക്തിയുടെയും ബ്രെയിൻ വ്യത്യസ്തമാണ് അല്ലേ? ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽസും വ്യത്യസ്തമായിരിക്കും. എല്ലാ കഴിവുള്ള മനുഷ്യന്മാരും അപൂർവങ്ങളായിട്ട് ഉണ്ടാവാം. പക്ഷെ നമുക്ക് ഇപ്പൊ ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് നല്ല രീതിയിൽ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അപ്ലൈ ചെയ്യാനായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കഴിവുകളും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. ചിലർ പെട്ടെന്ന് ദേഷ്യം വരുന്ന മനുഷ്യരാ, ചിലർ സങ്കടത്തിലായിരിക്കും, ചിലർ ഇമോഷൻസ് സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ? അപ്പോൾ ഒരാളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ബ്രെയിൻ മാപ്പിംഗ് ആക്ച്വലി. അല്ല, ഇത് പറയുമ്പോഴേ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, അന്ന് ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ റീനുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റിൽ കറക്റ്റായിട്ട് എനിക്കൊരു വലിയൊരു PDF തരികയുണ്ടായി. എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു, ഇബാദക്കാക്ക് കലാപരമായിട്ട് ഒരു സാധനങ്ങൾ ഒക്കെ ചെയ്യാനാണ് താല്പര്യം, അതിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഇബാദക്ക് കമ്മ്യൂണിക്കേഷൻ പവർ വളരെ കൂടുതലാണ്. ഇന്റർപേഴ്സണൽ സ്കിൽസ് വളരെ കൂടുതലുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും റാപ്പോ ബിൽഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് നിങ്ങളുടെ ആ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു.